നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമ ഭീമൻ കമ്പനിയായ മെറ്റ, ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ മെറ്റയുടെ വകയാണ്. മെറ്റയുടെ ഇന്ത്യൻ വിഭാഗം ഇപ്പോൾ ഊരാക്കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം മെറ്റ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ നീക്കം ചെയ്തു എന്നുള്ളതാണ്. ആരുടെ വീഡിയോ ആണ് എന്ന് ചോദിച്ചാൽ അത് മറ്റാരുടെയുമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദിയുടെ വീഡിയോ ആണ് ഫേസ്ബുക്കിൽ നിന്നും മെറ്റ നീക്കം ചെയ്തത്. അത് വലിയ വിഷയമാകുന്നു. എന്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ നീക്കം ചെയ്തു എന്ന വിശദീകരണം കേന്ദ്ര സർക്കാർ മെറ്റയോട് ചോദിച്ചിട്ടുണ്ട്. മെറ്റ ഉദ്യോഗസ്ഥർ മാപ്പ് പറയാനായി ഇന്ത്യൻ കേന്ദ്ര സർക്കാർ പ്രതിനിധികളെ കാണും എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ആ വീഡിയോ നീക്കം ചെയ്തതിലൂടെ ഊരാക്കുടുക്കിലേക്ക് മാറിയിരിക്കുന്നു മെറ്റ എന്ന് തന്നെ പറയണം. അതിന് കൃത്യമായി അവർ വിശദീകരണം നൽകേണ്ടി വരും. ഏറെ പണിപ്പെടേണ്ടി വരും കേന്ദ്ര സർക്കാരിൻ്റെ വിശ്വാസം തിരിച്ചു പിടിക്കാൻ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്, പ്രധാനമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഫേസ്ബുക്ക് നീക്കം ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ എല്ലാ വീഡിയോസും വളരെ പ്രധാനപ്പെട്ടതാണ്, പക്ഷേ ഇത് അല്പം കൂടി പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടന്നു വന്ന സമരം, CJPയുടെ നേതൃത്വത്തിൽ നടന്നു വന്ന സമരം, ആ സമരം അക്രമാസക്തമാകുന്നു. അതിനുശേഷം അവർ ഉന്നയിച്ച ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവർ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ആ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ, യുവാക്കളുടെ വിശ്വാസം തിരിച്ചു പിടിക്കാനായി ഇൻസ്റ്റഗ്രാമിൽ 3ഓളം വീഡിയോകൾ ചെയ്തിരുന്നു. സാധാരണ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായി, അതായത് നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയല്ല. അതായത് അദ്ദേഹം ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് തന്നെ വളരെ പ്രൊഫഷണലായി, വളരെ കൃത്യമായ ക്യാമറ ആംഗിളിൽ അദ്ദേഹം വളരെ കൂളായി അല്ലെങ്കിൽ വളരെ ശാസ്ത്രീയമായിട്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾ ഈ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ മറ്റ് സമൂഹ മാധ്യമ പേജുകളിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഒരു ദിവസം അർദ്ധരാത്രിയോടുകൂടി മോദി സ്വയം എടുത്ത് ഒരു സെൽഫി വീഡിയോ ആണ് അന്ന് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹം ഉറക്കച്ചടവോടുകൂടി മൊബൈൽ ഫോൺ ഫ്രെയിമൊന്നും അത്ര പെർഫെക്റ്റ് ഒന്നുമായിരുന്നില്ല, അത്രത്തോളം പ്രൊഫഷണൽ ഒന്നുമായിരുന്നില്ല. അദ്ദേഹം ഒരു വീഡിയോ ചെയ്യുന്നു, സ്വയം മൊബൈലിൽ നിന്ന് ഒരു സെൽഫി വീഡിയോ ചെയ്യുന്നു. ആ സെൽഫി വീഡിയോയിലൂടെ അദ്ദേഹം രാജ്യത്തെ യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു. ആ വീഡിയോ പാതിരാത്രി 12 മണിക്കാണ് ഇട്ടത് എങ്കിൽ പോലും വലിയ രീതിയിൽ കാട്ടുതീ പോലെയാണ് ആ വീഡിയോ പടർന്നു പിടിച്ചത്. ഇന്റർനെറ്റിൽ അത് വൈറലായി മാറി. ഇൻസ്റ്റഗ്രാമിൽ അത്രമാത്രം സജീവമായിരുന്നില്ല മോദി. ഈ വീഡിയോയോടുകൂടി ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും അധികം സജീവമാകുന്ന ലോക നേതാവായി നരേന്ദ്രമോദി മാറുകയായിരുന്നു. അത്രമാത്രം പിന്തുണ അല്ലെങ്കിൽ അത്രമാത്രം വിശ്വാസം അതൊക്കെയാണ് നരേന്ദ്രമോദിക്ക് ആ വീഡിയോയിലൂടെ ജനങ്ങളിൽ നിന്ന് ലഭിച്ചത്. പിറ്റേന്ന് വീണ്ടും അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കൂടി അദ്ദേഹം ചെയ്തു. അതെല്ലാം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ സർക്കാർ എടുത്ത തീരുമാനങ്ങൾ യുവജനങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നേരത്തെ സ്വീകരിച്ച അതേ പാറ്റേണിൽ മൊബൈലിലൂടെ സെൽഫി വീഡിയോ ആണ് ഈ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. അതിൽ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനമായി പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ, അതായത് ഈ പേപ്പർ ലീക്ക് തടയാനായി അല്ലെങ്കിൽ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനായി ഒരു ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ എന്ന് യുവജനങ്ങളെ അറിയിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോ ആണ് അപ്രതീക്ഷിതമായി ഫേസ്ബുക്കിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടത്. ഇതിനെ സംബന്ധിച്ച് വിശദീകരണം ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ തേടുകയായിരുന്നു. അതായത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശമാണ് പ്രധാനമന്ത്രിയുടെയോ സർക്കാരിനെയോ അറിയിക്കാതെ ഒരു സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോം അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇതാണ് മെറ്റ ചെയ്തിരിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യം. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിലൂടെ ധാരാളം ഇടപെടലുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം നിർണായകമായ ഒരു ഘട്ടത്തിൽ രാജ്യത്തിന് കൂടി പ്രയോജനമാകുന്ന രീതിയിൽ നടത്തിയ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ആണ് ഇപ്പോൾ ഫേസ്ബുക്ക് ഒരു ഉത്തരവാദിത്വവുമില്ലാതെ നീക്കിക്കളഞ്ഞത്. സാങ്കേതിക കാരണങ്ങളാലാണ് ആ വീഡിയോ നീക്കം ചെയ്യപ്പെട്ടതെന്നും വീഡിയോ ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുമാണ് മെറ്റ അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ ഇന്ത്യയിലെ മെറ്റ അധികൃതരെ കേന്ദ്ര സർക്കാർ വിളിച്ചു വരുത്തി ഇക്കാര്യത്തിൽ വിശദീകരണം തേടുമെന്നും സൂചനയുണ്ട്. അത്തരത്തിൽ വിളിച്ചു വരുത്തിയാൽ ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലേക്ക് മെറ്റയുടെ ഉദ്യോഗസ്ഥർ എത്തുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ അത് എങ്ങനെയായാൽ പോലും ഏത് തരത്തിലുള്ള
തകരാറായാൽ പോലും അത് നീക്കം ചെയ്തത് ഫേസ്ബുക്കിനെ ദോഷകരമായി ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഫേസ്ബുക്കിനെ രാജ്യത്ത് നിരോധിക്കണം എന്നൊരു ആവശ്യം ഉയർന്നു കേൾക്കുന്നുണ്ട്. അതായത് പ്രധാനമന്ത്രി അടക്കം രാജ്യത്തെ നിരവധി നേതാക്കന്മാർ, പൊതുപ്രവർത്തകർ, എല്ലാവരും തന്നെ, ഉദ്യോഗസ്ഥന്മാർ, ഇവരെല്ലാവരും തന്നെ ജനങ്ങളുമായി കണക്ട് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളെ കാണുന്നത്. അത്തരം സമൂഹ മാധ്യമങ്ങൾ നിരുത്തരവാദപരമായ സമീപനം സ്വീകരിച്ചാൽ അതിന് ബദൽ മാർഗം തേടേണ്ടി വരും എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പ്രതിനിധികളും പറയുന്നുണ്ട്. ഇത് ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള ഒരു സമൂഹ മാധ്യമ ആപ്പ് രൂപീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുമോ? വാട്സാപ്പിന് പകരമായി മറ്റൊരു ഇന്ത്യയുടെ സ്വദേശി ഉൽപ്പന്നം വന്നതുപോലെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾക്കായി ഒരു സ്വദേശി പ്ലാറ്റ്ഫോം രൂപം കൊടുക്കണം എന്നും ചില ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. ഫേസ്ബുക്കിൻ്റേത് ധാർഷ്ട്യം നിറഞ്ഞ നിലപാടാണ് എന്ന വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും മെറ്റ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി കേന്ദ്ര സർക്കാർ വിശദീകരണം തേടുമെന്ന് പറയുന്ന കാര്യത്തിൽ തർക്കമില്ല. ഫേസ്ബുക്ക് മാത്രമല്ല, മറ്റ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെയും മറ്റൊരു ഇന്ത്യൻ പതിപ്പ് അത് പ്രസിദ്ധീകരിക്കാനും അത് പുറത്തിറക്കാനുമുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ഉടൻ നടത്തും എന്നാണ് ലഭിക്കുന്ന സൂചന.